നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് വെളിപ്പാട് പുസ്തകത്തിൽ 7 സഭകൾക്കുള്ള ദൂതിനെ സംബന്ധിച്ചാണ്. തുയഥൈര സഭ, എഫേസോസ് സഭ, സ്മുർണ, പെർഗേമോസ്, നാലാമത്തേത് തുയഥൈര സഭ. തുയഥൈര സഭയ്ക്കുള്ള ദൂത് 2-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം മുതൽ 20-ാമത്തെ വാക്യം വരെയുള്ള ഭാഗത്താണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. പെർഗേമോസിന് തെക്ക് കിഴക്കായി ഏകദേശം 64 കിലോമീറ്റർ അകലെയായിരുന്നു തുയഥൈര പട്ടണം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 16-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ തുയഥൈര പട്ടണക്കാരിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതൊരു തുണി വിപണന കേന്ദ്രമായിരുന്നു. അതോടൊപ്പം തന്നെ ബലികർമാസക്തമായ എന്ന് പറഞ്ഞാൽ ദേവീ ദേവന്മാരെ ആരാധിക്കുന്ന ഒരു മനോഭാവം. നമ്മുടെ ഇന്ത്യയിൽ എണ്ണപ്പെട്ട ചില സ്ഥലങ്ങളുണ്ട്. ആ സ്ഥലത്ത് ചെന്നാൽ വേറെ ഒന്നും ഇല്ല. ഞാൻ സന്ദർഭവശാൽ ജീവിതത്തിൽ ആദ്യവും അവസാനവുമായി ഞാനൊരു 5000 ക്ഷേത്രങ്ങളുള്ള ഒരു സ്ഥലത്ത് ചെന്നപ്പെട്ടു. നിർബന്ധമായും അവർ പറഞ്ഞു തരുന്നത് വിളിക്കാൻ നിർബന്ധിതരാക്കുകയാണ്. അത്ര കമ്പലിയാണ്. 5000 ക്ഷേത്രങ്ങളുണ്ട് അതിനകത്ത്, വേറെ ഒന്നും അതിനകത്ത്. അന്യാരാധനയുടെ കേന്ദ്രം. ഞാൻ രക്ഷപ്പെട്ടത് എങ്ങനെയാണെന്ന് എനിക്ക് അറിയാവൂ, പക്ഷെ ഞാൻ രക്ഷപ്പെട്ടു. ഞാൻ നിങ്ങളോട് പറയാ, തുയഥൈര പട്ടണം, ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് അത് സംബന്ധിച്ചാണ്. അത്രമാത്രം മൂർത്തികൾ തിങ്ങി നിറഞ്ഞ ദേവീ ദേവന്മാർ, 33 കോടി ദൈവങ്ങളുടെയും പേരിൽ ആരാധന നടക്കുന്ന അനേക സ്ഥലങ്ങൾ, പിശാചിനാൽ ബന്ധിക്കപ്പെട്ട സ്ഥലങ്ങൾ ഇന്ത്യയിലുണ്ട്, ലോകത്തുണ്ട്. അങ്ങനെയുള്ളൊരു സ്ഥലമായിരുന്നു പെർഗേമോസും തുയഥൈരയും. നിങ്ങൾ കേൾക്കണം, അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഒരു സഭ വേരുറപ്പിക്കാൻ ദൈവം പൗലോസിനെ ഉപയോഗിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ ശ്രേഷ്ഠത? എത്ര വലുതാണത്! അതിനകത്ത് പൗലോസ് സഭയ്ക്ക് അടിത്തറ പാകി, സഭയ്ക്ക് അടിസ്ഥാനമിട്ടു. ഈ സഭയുടെ പുണ്യപ്രവൃത്തികൾ എടുത്തു പറയുന്നുണ്ട് ഈ ഭാഗത്ത്. കർത്താവ് തന്നെ അതിനെ സംബന്ധിച്ച് പുകഴ്ത്തുന്നുണ്ട്. പക്ഷേ അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ലാത്ത നിലയിൽ ഇസബേൽ എന്ന് പേരായ ഒരു സ്ത്രീയുടെ ദോഷകരമായ പ്രവർത്തനങ്ങളെ കർത്താവ് കഠിനമായി ശാസിക്കുന്നു. ഞാൻ അവിടെ അങ്ങ് നിൽക്കുകയാണ്. ധാരാളം നന്മകൾ, ശ്രേഷ്ഠതകൾ അതിനെക്കുറിച്ചൊക്കെ പറയാനുണ്ട്. ഇവിടെ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്: തുയഥൈരയിലെ സഭയുടെ ദൂതനെ എഴുതുക, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണും വെള്ളോടിന് സദൃശ്യമായ കാലുമുള്ള ദൈവപുത്രൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തിയും നിന്റെ സ്നേഹവും നിന്റെ വിശ്വാസവും നിന്റെ ശുശ്രൂഷയും നിന്റെ സഹിഷ്ണുതയും നിന്റെ ഒടുവിലത്തെ പ്രവൃത്തി ആദ്യത്തേതിനും ഏറെയെന്നും അറിയുന്നു. എന്തൊക്കെയാ? കൈവിരൽ ചലിപ്പിച്ചോ, അല്ലെങ്കിൽ നോട്ട് ചെയ്തോ. 1 സ്നേഹം, 2 വിശ്വാസം, 3 ശുശ്രൂഷ, 4 സഹിഷ്ണുത, കൂടാതെ ഒടുവിലത്തെ പ്രവൃത്തി ആദ്യത്തേതിലും ഏറെ എന്ന് പറഞ്ഞാൽ
എഫേസോസിലെ സഭയ്ക്ക് എങ്ങനെയായിരുന്നു? ആദ്യത്തെ പ്രവൃത്തികളെക്കാളും ആദ്യത്തെ സ്നേഹത്തെക്കാളും തണുത്ത പ്രവൃത്തിയായിരുന്നു എഫേസോസിലെ സഭയ്ക്ക് ഉണ്ടായിരുന്നത്. എന്നാൽ തുയഥൈര സഭയിൽ നേരെ ഉൾട്ടയാണ്. എങ്ങനെയാണ്? ആദ്യത്തെ പ്രവൃത്തിയെക്കാളും ആദ്യത്തെ സ്നേഹത്തെക്കാളും മെച്ചപ്പെട്ടതാണ് ഒടുവിലത്തെ പ്രവൃത്തിയും ഒടുവിലത്തെ സ്നേഹവും. ഇങ്ങനെ 6 കൂട്ടം കാര്യങ്ങൾ. ഇതൊരു മഹത്വമാണ്, ഇതൊരു നന്മയാണ്. ആദ്യത്തേതിനേക്കാൾ, ആദ്യത്തെ പ്രവൃത്തിയേക്കാൾ കൂടുതലാണ് ഒടുവിലത്തെ പ്രവൃത്തി. ഈ മെസ്സേജ്, ഈ സന്ദേശം കൈമാറുന്ന സമയത്ത് ആ തുയഥൈര സഭ വളരെ ശ്രേഷ്ഠ പദവിയിലാണ്, ഉന്നതമാണ്. ഇപ്പൊ എന്തൊക്കെയുണ്ട്? നമ്മൾക്കൊന്നും ഇല്ലാത്ത പല ക്വാളിറ്റിയും ഏത് സഭയ്ക്കുണ്ട്? തുയഥൈര സഭയ്ക്കുണ്ടായിരുന്നു. സ്നേഹത്തിൽ ഇത് ആരാ പറയണേ? യോഹന്നാൻ അല്ല പറയണേ, ഇത് പത്രോസ് അല്ല പറയണേ, പൗലോസ് അല്ല പറയണേ. പറയുന്നത് ആരാണെന്നറിയാമോ? അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണും വെള്ളോടിന് സദൃശ്യമായ കാലും ഉള്ള രാജാതി രാജാവും കർത്താതി കർത്താവും മനുഷ്യന്റെ സകല പ്രവൃത്തിയും അറിയുന്ന സർവശക്തനായ ദൈവമാണ്, യേശു കർത്താവാണ് ഈ കാര്യം സർട്ടിഫൈ ചെയ്യുന്നത്. നമ്മൾ ഒരാളെ കണ്ട് പ്രശംസിക്കുന്നത് പോലെ അല്ലേ? നമ്മൾ പലരോടും വളരെ പൊളൈറ്റീവായിട്ട് പല കാര്യങ്ങൾ പറഞ്ഞു എന്ന് വരും. അങ്ങനെ ഒരു പൊളൈറ്റീവ്നെസ് അല്ല അതിനകത്തുള്ള. കർത്താവ് പറയുന്നതാണെന്ന് ഓർക്കണം. നിങ്ങളുടെ സ്നേഹം എനിക്കറിയാം, നിങ്ങളുടെ വിശ്വാസം എനിക്കറിയാം, നിങ്ങളുടെ സഹിഷ്ണുത എനിക്കറിയാം, നിങ്ങളുടെ ശുശ്രൂഷയും എനിക്കറിയാം, നിങ്ങളുടെ ഒടുവിലത്തെ പ്രവൃത്തികളും എനിക്കറിയാം. ഇതെല്ലാം വളരെ മഹത്വകരമായിരിക്കുന്നു, ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്നു. എങ്കിലും നമ്മുടെ നാട്ടിൽ പറയുന്ന പോലെ തോട്ടം കളയാനായിട്ട് ഒരു പിച്ചൻകൊല, അങ്ങനെ ഒരു വാഴ കൊലച്ചതിനെ കുറിച്ച് പറയും. ആ സമൂഹത്തെ മുഴുവനും വിഷലിപ്തമാക്കാൻ ഒരു പ്രവാചകി ഇസബേൽ, ഞാൻ അതിനെ കുറിച്ച് പിന്നാലെ പറഞ്ഞോളാം. ഈ 6 കൂട്ടം നന്മകൾ തുയഥൈര സഭയുടെ നന്മ പ്രവൃത്തികൾ കർത്താവ് പ്രകീർത്തിക്കുകയാണ്. ദൈവമക്കളെ, ഈ കാലം വരെയുള്ള നമ്മുടെ ജീവിതയാത്രയിൽ എന്റെ കർത്താവ് എന്നെ എങ്ങനെയാണ് സ്മരിക്കുന്നത് എന്ന് ഒന്ന് ഓർത്ത് നോക്കുന്നത് നല്ലതാണ്. എന്റെ വിശ്വാസം, എന്റെ സ്നേഹം, എന്റെ സഹിഷ്ണുത, എന്റെ ശുശ്രൂഷ, ഇതൊക്കെ എന്റെ കർത്താവ് മെഷർ ചെയ്യുന്നുണ്ടല്ലോ, അളക്കുന്നുണ്ടല്ലോ. സ്തോത്രം. ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ച് എല്ലാവരെയും പരമേൽപ്പിക്കുന്നു. കർത്താവേ, നീ കൃപയോടെ കേൾക്കണമേ. ആമേൻ.